Hello viewers, welcome to my YouTube channel Family Tales by A&S. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് കേട്ടോ. ഒരു ചെറിയ ട്രാവലിംഗ് വ്ലോഗ് വിത്ത് മൈ ഫാമിലി. എൻ്റെ പാരൻസും ഹസ്ബൻഡും ഞാനും മോളും ഒക്കെ ആയിട്ടൊരു യാത്ര. എങ്ങോട്ടെന്നല്ലേ, കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ആദിയോഗി സ്റ്റാച്യു ആൻഡ് ഇഷ ടെമ്പിളാണ് കേട്ടോ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. പുലർച്ചെ 5:15 തുടങ്ങിയ യാത്രയാണ്. 7:30 നമ്മൾ പാലക്കാട് തമിഴ്നാട് ബോർഡറിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആനന്ദഭവനിൽ കയറി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന്. പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ഇന്നത്തെ യാത്രയിലെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. കോയമ്പത്തൂരിലെ ആദിയോഗി ഇഷ ടെമ്പിൾ ആൻഡ് സ്റ്റാച്യു. വളരെ മനോഹരവും അതോടൊപ്പം പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നതുമായ ഒരു നിർമ്മിതി. കാറ് പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് വെയിലിൻ്റെ കാഠിന്യം മനസ്സിലായത്. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അങ്ങനെ കാർ പാർക്കിങ്ങിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. നമുക്ക് മുന്നിൽ കാണുന്നതാണ് ആദിയോഗി പ്രതിമ. ലോകത്തിലെ ഏറ്റവും വലിയ യോഗ പ്രതിമയായിട്ടാണ് ഇതറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് പ്രത്യേകത. 112 അടി ഉയരമുള്ള ഈ പ്രതിമ 24 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രതിമയുടെ 112 അടി ഉയരം എന്നത് മോക്ഷ നേടാനുള്ള 112 മാർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പ്രതിമയുടെയും ചുറ്റുപാടിൻ്റെയും വിശാലമായ സൗകര്യങ്ങൾ സന്ദർശകർക്ക് ലഭ്യമാണ്. കൂടാതെ മെഡിറ്റേഷൻ, യോഗ സെക്ഷനുകൾ, മറ്റ് ആത്മീയ പ്രോഗ്രാമുകളും ഇവിടെ നടക്കുന്നു. അങ്ങനെ ആദിയോഗിയുടെ മണ്ണിൽ നിന്ന് സുന്ദരമായ കാഴ്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഈ യാത്രയുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മലമ്പുഴ ഡാം ആയിരുന്നു. മനോഹരമായ ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു. ഇതോടെ ഈ കുട്ടി ട്രാവൽ വ്ലോഗ് ഇവിടെ തീരുകയാണ് കേട്ടോ. അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട്.